എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 18 ശ്ലോകം 28, 29, 30, 31, 32 5 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 18ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ബലരാമൻ ആ പ്രലംബാസുരന്റെ ദേഹകാന്തിയും വലിപ്പൊക്കെ അങ്ങോട്ട് കണ്ടപ്പോ കുറച്ചു നേരം ഒരു ഭയം ഉണ്ടായെന്നാ പറഞ്ഞു. അപ്പൊ തന്നെ പക്ഷെ താൻ ആരാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. ഞാനിങ്ങനെ ഒരു മനുഷ്യനെ പോലെ ഞങ്ങൾ ചിന്തിച്ചു എന്നാ പറയണത്. ഒരു നിമിഷം അദ്ദേഹം മനുഷ്യന്റെ നാട്യത്തിൽ ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വം ഓർമ്മ വന്നു, വേണ്ടത് ചെയ്തു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാഗത സ്മൃതിരഭയോരിപുംബലോ വിഹായ സാർത്ഥമിവ ഹരന്തമാത്മന രുഷാഹനൽ ശിരസി ദൃഢേന മുഷ്ടിന സുരാധിപോ ഗിരിമിവ വജ്രരംഭസാ. ബലഭദ്രസ്വാമിക്ക് ഉടനെ തന്റെ പരമാർത്ഥാവസ്ഥ ഓർമ്മ വന്നു. അങ്ങനെ മാനുഷനെ പോലെ ഭയപ്പെട്ടതിനെ കുറിച്ച് താൻ ലജ്ജിച്ചു എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് കുറച്ച് ലജ്ജയായി. ഭയമൊക്കെ തീരെ നശിച്ചു. തന്റെ സംഘത്തിൽ നിന്ന് വേർപെടുത്തി തന്നെ അപഹരിച്ചുകൊണ്ടു പോകുന്ന ശത്രുവിനെ വജ്രം കൊണ്ട് ദേവേന്ദ്രൻ പർവ്വതത്തെ ഹനിച്ചതുപോലെ ബലമായി ചുരുട്ടിപ്പിടിച്ച മുഷ്ടി കൊണ്ട് കോപത്തോടെ തലയിലൊരൊറ്റ അടി. ബലഭദ്രൻ അദ്ദേഹത്തിന് പേര് വരാൻ എന്താ കാരണം? അത്ര ബലമാണ്. ഒരു ഇടി, അതോടുകൂടി അവന്റെ കഥ കഴിഞ്ഞു. ബലരാമന് ഭയം ഉണ്ടായപ്പോൾ ശ്രീകൃഷ്ണന്റെ ഉപദേശം കൊണ്ടാണ് ഭയം നശിച്ചതെന്ന് വിഷ്ണു പുരാണത്തില് പറയണുണ്ട്. അത്ര കിമയം മാനുഷോഭാവോ വ്യക്തമേവ അവലംബത്തെ സർവാത്മൻ സർവഗുഹ്യാനാം ഗുഹ്യാത്മനാത്വയ. ഗുഹ്യത്തിൽ വെച്ചും പരമഗുഹ്യനായി പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് സ്പഷ്ടമായിട്ട് തന്നെ മാനുഷഭാവത്തെ സ്വീകരിച്ചുവോ? എന്തിനാ ഭയപ്പെടുന്നത് എന്ന് ഭഗവാൻ കൃഷ്ണൻ ഉപദേശിച്ചു. അപ്പോ ഭയം തീരെ നശിച്ചു. ഇപ്പൊ ആകാശത്തില് ആ ഉച്ചത്തിലെ അസുരൻ ബലരാമനെ എടുത്തുകൊണ്ട് പോയിരിക്കല്ലേ. അപ്പൊ എങ്ങനെയാ കൃഷ്ണൻ ഉപദേശിച്ചത്? ആകാശത്തിലിരിക്കുന്ന ആളെ ഈ അവസരത്തിൽ ചെയ്ത ഉപദേശം വാക്കുകൊണ്ടല്ല, വർണ്ണം കൊണ്ടാണ്. അങ്ങനെ ചില വിദ്യകളുണ്ട്. വെളുപ്പ്, ചുവപ്പ് മുതലായ സപ്തവർണ്ണങ്ങൾ കൊണ്ട് ഏതു ദിക്കിലിരിക്കുന്നവരോടും യഥേഷ്ടം സംസാരിക്കാനുള്ള മാർഗം ഉണ്ട്. അത് യോഗികളൊക്കെ ഈ മാതിരി സംസാരം യോഗികൾക്ക് സാധിക്കും. അത് ഇപ്പോഴും ഇത് പൂർവ്വകാലത്ത് ഋഷികളുടെ ഇടയിൽ സാധാരണ നടപ്പുണ്ടായിരുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. പുരാണങ്ങളിലെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ആ കൈലാസത്തിനെ പറ്റി എഴുതിയിരിക്കുന്ന ആ രാമചന്ദ്രൻ, അദ്ദേഹം ഒരു വഴി തെറ്റിപ്പോയിട്ട് ഒരു ഗുഹയുടെ ഉള്ളിൽ പോയതും അപ്പൊ അവിടെയുള്ള ആ യോഗികള് അനേകം ഗുഹകളില് അനേകം യോഗികള് തപസ് ചെയ്യുന്നുണ്ട് അവിടെ ഹിമാലയത്തില്. അപ്പൊ ഈ ഓരോ ഗുഹയിലുള്ളവരും അവര് പരസ്പരം ബന്ധപ്പെടുന്നത് ഇങ്ങനെയുള്ള ആംഗ്യ അവരുടെ ആ വിരലുകൊണ്ട് ചിലതൊക്കെ കാണിക്കത്ര. ഇദ്ദേഹം കണ്ടതാണത്. അപ്പൊ മറ്റുള്ള ഗുഹകളിലേക്ക് അത് ആർക്കാണ് സന്ദേശം കൊടുക്കണതെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ സന്ദേശം കൊടുക്കാനുള്ള കഴിവ് ഋഷിമാർക്കുണ്ടായിരുന്നു എന്ന് പുരാണത്തിൽ പറയണേന് ഇപ്പോഴും അത് അവര് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാരതം, സനാതനമായിട്ടുള്ള ഈ ഭാരതത്തില് എത്രയോ യോഗീശ്വരന്മാര്, ഋഷിമാര് അതാണ് അതിപ്പോഴും അവര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സാധാരണക്കാർക്ക് ഇതിനൊന്നും അറിയില്ല. അതുകൊണ്ടല്ലേ ഓരോരുത്തര് ഇപ്പൊ ഈ കുംഭമേളയെ പറ്റിയിട്ട് പരിഹസിച്ചും ഒക്കെ പറയണത് അല്ലെ. അതിനെപ്പറ്റി അറിയില്ല. സ ആഹത സപതി വിശീർണമസ്തകോ മുഖാദ്വമൻ രുധിരം അപസ്മൃതോസുര മഹാരവം വ്യസുര അപതൽ സമീരയൻ ഗിരിർയഥാമഖവത ആയുധാഹത. കൈത്തലം കൊണ്ട് തലയിൽ ബലമായി ഇടിച്ച ഉടനെ തന്നെ ഒരൊറ്റ
ഇടിയേ കിട്ടുള്ളൂ. ആ പ്രലംബാസുരൻ അതിന്റെ തല തകർന്നു പോയി. ആ മുഖത്തിൽ കൂടി രക്തം അങ്ങോട്ട് പ്രവഹിക്കാൻ തുടങ്ങി. മൂക്കിൽ കൂടെയൊക്കെ ബോധം നശിച്ചു. അതിഘോരമായിട്ട് അങ്ങോട്ട് നിലവിളിച്ചു. പർവ്വതം പോലെ ഇരിക്കണത് അസുരനല്ലേ, ശബ്ദം അതുപോലെ തന്നെ. വജ്രായുധം കൊണ്ട് ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ ചിറകു മുറിച്ചപ്പോൾ അവ എങ്ങനെ വീണുവോ അതുപോലെ പർവ്വതാകാരനായ അസുരൻ പ്രാണഹീനനായി മുകളിൽ നിന്ന് ഭൂമിയിൽ ഗംഭീര ശബ്ദത്തോടെ വീണു എന്ന് പറയുന്നു. മഹാരവം വ്യസുര അപതൽ സമീരയൻ ഗിരിർയഥ, പർവ്വതം വീണ പോലെ. മഖവത ആയുധാഹത. മഖവത എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ, ആയുധാഹത എന്ന് പറഞ്ഞാൽ ആയുധത്താൽ ഹനിക്കപ്പെട്ടു. ദൃഷ്ട്വാ പ്രലംബം നിഹതം ബലേന ബലശാലിന ഗോപാസു വിസ്മിതാസൻ സാധു സാധ്വിതിവാദിന. ബലിഷ്ഠനായ ബലരാമന്റെ അടിയേറ്റ് ചത്തു വീണ അസുരന്റെ ഘോര ശരീരം കണ്ടപ്പോ ഗോപന്മാര് ആശ്ചര്യത്തോടെ സാധു സാധു എന്ന് പറഞ്ഞാലോ നല്ല നന്നായി നന്നായി എന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ട് അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. നന്നായി നന്നായി. ആശിഷോഭിഗൃണന്തസ്തം പ്രശശം സുർത്തദർഹണം പ്രേത്യാഗതമിവാലിംഗ്യ പ്രേമവിഹുലചേതസ, പ്രേമം കൊണ്ട് പരവശപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട്, പ്രേത്യ പരലോകത്ത് പോയിട്ട് ആഗതം ഇവ വന്നവനെന്ന പോലെ, ആലിംഗനം ചെയ്തിട്ട്, ആശിഷ അനുഗ്രഹങ്ങളെ, അഭിഗൃണന്ത അത്യാദരത്തോടെ പ്രയോഗിച്ചവരായിട്ട്, തദർഹണം അതിന് യോഗ്യനായിരിക്കുന്ന തം അദ്ദേഹത്തെ പ്രശംസിച്ചു. രാമൻ യാതൊരു കേടും കൂടാതെ തങ്ങളുടെ അരികത്ത് വന്ന് കണ്ടപ്പോ ആ പ്രേമ പരവശന്മാരായ ഗോപന്മാർക്ക് മരിച്ചുപോയ ആള് രണ്ടാമത് തിരിച്ചു വന്നവനെ പോലെ, മരിച്ച ശേഷം രണ്ടാമത് തിരിച്ചു വന്ന എന്ന പോലെ തോന്നി എന്ന് പറയണവർക്ക്. മരിച്ചു എന്ന് തന്നെ വിചാരിച്ചു. ഇത്ര ഭീകരനായിട്ടുള്ള ഒരു അസുരൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആകാശത്ത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാ, എങ്ങനെ? എന്നിട്ട് ആ അസുരൻ ചത്തു വീണു. ഭഗവാനാണെങ്കിൽ ബലരാമനും ഒന്നും പറ്റിയില്ല. ഇത് അങ്ങോട്ട് കണ്ടപ്പോ ഉണ്ടായ സന്തോഷം. ഇനിയും ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ അനേക കാലം ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. ആ ബലരാമൻ എന്താ വീര്യം, അപാര ശക്തി തന്നെ എന്നൊക്കെ അവര് പറഞ്ഞു. ദേവന്മാർക്ക് കൂടി സാധ്യമല്ലാത്ത ആ പ്രലംബവധം ഇങ്ങനെ നിർവഹിച്ച ബലരാമൻ സ്തുത്യർഹൻ തന്നെ എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറയുന്നു. ദേവന്മാര് പേടിച്ചു വിറച്ചിരിക്കുക അയാളുടെ ഇത് കണ്ടിട്ട്. അവർക്കൊന്നും അയാളെ വധിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് വളരെ സന്തോഷായി ദേവന്മാര്. അവരിതാ പുഷ്പവൃഷ്ടി ചെയ്യണു ബലരാമനെ. പാപേ പ്രലംബേ നിഹതേ ദേവാ പരമനിർവൃതാ അഭ്യവർഷൻ ബലം മാല്യൈ ശശംസു സാധു സാധ്വിതി. പാപകർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ലോകത്തെ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാള്, ആ അസുരൻ. അങ്ങനെ സർവദാ ഉപദ്രവിക്കുന്ന പ്രലംബാസുരനെ ഇങ്ങനെ നശിപ്പിച്ചപ്പോ ദേവന്മാർക്ക് വളരെ സന്തോഷായി. അവര് സന്തോഷം, നന്നായി, ബലരാമൻ ജയിക്കട്ടെ, ബലഭദ്രൻ ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുഷ്പമാലകൾ കൊണ്ട് ബലരാമന്റെ മീതെ അഭിഷേകം ചെയ്ത് അദ്ദേഹത്തിനെ പുഷ്പവൃഷ്ടി ചെയ്ത് മാലയൊക്കെ ഇടിച്ച് സന്തോഷം കൊണ്ട് അവർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ദേവന്മാര് അദ്ദേഹത്തെ സ്തുതിച്ചു. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പ്രലംബവധ നിരൂപണം നാമ അഷ്ടാദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 18ാമത്തെ അധ്യായം ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീപാദങ്ങളില്, ശ്രീ ബലരാമസ്വാമിയുടെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.